മക്കളെ, നമ്മൾ എന്താ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച്? സെക്കൻഡ് ലോ അല്ലേ? സെക്കൻഡ് ലോ. ഇനി ചില അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ്. കുറച്ചൊന്ന് നല്ല ശ്രദ്ധ വേണം കേട്ടോ. നമ്മൾ കൂടുതൽ ഗൗരവമുള്ള ഫിസിക്സിലേക്ക് കടക്കാൻ പോവാണ്. ഒരു ടേം പഠിക്കാം, ഇമ്പൾസ്. അതിന് മുമ്പേ ഇമ്പൾസീവ് ഫോഴ്സ് എന്താണെന്ന് നോക്കാം. ഇമ്പൾസീവ് ഫോഴ്സ് നമ്മുടെ ഫാസ്റ്റ് ബോളർ ഒരാൾ, ആരാ? ജസ്പ്രീത് ബുംറ ആയിക്കോട്ടെ, ബോൾ ചെയ്യാം. നല്ല ഹിറ്റർ വിരാട് കോഹ്ലി ആയിക്കോട്ടെ, ബാറ്റിംഗ്. വിരാട് കോഹ്ലി അതൊരു 6 അടിച്ചു വിചാരിക്കുക. അപ്പോൾ ഫാസ്റ്റ് ബോള് ബാറ്റുമായിട്ട് വളരെ ചുരുങ്ങിയൊരു സമയത്ത് മാത്രമേ കോണ്ടാക്ട് ഉണ്ടായിരുന്നുള്ളൂ. So we say a large force is acting for a very short interval of time. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇമ്പൾസീവ് ഫോഴ്സ്. A large force acting for a very short interval of time is known as impulsive force. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ബോളിന് അടി കൊണ്ട ബോളിന്റെ മൊമെന്റം ചേഞ്ച് ആവും അല്ലേ? അങ്ങനെ ഇങ്ങോട്ട് വന്ന ബോൾ ഇടിച്ചങ്ങോട്ട് പോകും. So there is a change in momentum. And that is happening for a very short interval of time. So we can say F is equal to, നമ്മൾ എന്താ പഠിച്ചേ? ഒരു ഇൻസ്റ്റന്റിന്റെ ഫോഴ്സ് ആണ്, dp by dt. Isn't it? dp by dt. ഇനി അവിടെ dp equal to f into dt. ശരിയല്ലേ? ഇതില്ലേ, ആരാത്? പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം. അതിൻ്റെ പേരാണ് ഇമ്പൾസ് ഓഫ് എ ഫോഴ്സ്. എന്താണ്? ഇമ്പൾസ് ഓഫ് എ ഫോഴ്സ്. അപ്പോൾ എഴുതി വെച്ചോളൂ, ഇമ്പൾസീവ് ഫോഴ്സ് എന്താ? വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ വെരി ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം is known as impulsive force. The product of force and the time for which the force acts is known as impulse of the force. Okay? Generally നമുക്ക് എങ്ങനെയും പറയാന്ന് വെച്ചാൽ, ജനറലി ഇതിപ്പോൾ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് പറയുമ്പോഴാണ്. ജനറലി നമുക്ക് പറയാം എങ്ങനെ വെച്ചാൽ, ആവറേജ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്താ? എക്സ്റ്റേണൽ ആവറേജ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു final momentum minus initial momentum by time for which it acts. Isn't it? Isn't it? So we can say average force into delta t equal to mv minus mu. ഇതെങ്ങനെ കിട്ടിയത് ഓർമ്മയില്ലേ? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ പി. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ആവറേജ് ഫോഴ്സ് ഇൻറ്റു ടൈം ഇൻ്റർവെൽ ആണ് ഇമ്പൾസ്. ആൻഡ് ദാറ്റ് ഇമ്പൾസ് എന്തിന് ഈക്വൽ എന്ന് കിട്ടിയത് നോക്കി നോക്ക്. ചേഞ്ച് ഇൻ ദി ലീനിയർ മൊമെന്റം. ഇമ്പൾസ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ചേഞ്ച് ഇൻ ലീനിയർ മൊമെന്റം. അത് നോട്ടിരിക്കണം. ഇമ്പൾസ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ചേഞ്ച് ഇൻ ലീനിയർ മൊമെന്റം. ഓക്കെ, ഇനി നമുക്ക് വേറെ പഠിക്കാനുള്ളൊരു സാധനം തേർഡ് ലോ ഓഫ് മോഷൻ. തേർഡ് ലോ ഓഫ് മോഷൻ. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഇതിന് മുന്നിൽ നിർത്തി പറയാൻ പറ്റും. ഇപ്പം സപ്പോസ് 2 കാലിനും വയ്യാത്തൊരാൾ ഒരു വീൽ ചെയർ ഇരുന്നിട്ട് ഒരു മതിലിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഇയാള് മതിലിനൊരു തള്ളു, മതിലേ പോടാ എന്ന് പറഞ്ഞു. മതിലിനെ അയാളൊരു തള്ളു തള്ളി. എന്താ സംഭവിക്കുക? അയാൾ ബാക്കോട്ടേക്ക് ഉരുണ്ടു. എങ്ങനെ അയാൾ ബാക്കോട്ടേക്ക് ഉരുണ്ട്? അപ്പം നിങ്ങൾ പറയും, സാറേ അയാൾ തള്ളിയുണ്ട്, അയാൾ മതിലിനെ അല്ലേ തള്ളി, അയാളല്ലല്ലോ തള്ളി. അപ്പം അയാളെ തള്ളിയത് അയാളല്ല. പറഞ്ഞു മനസ്സിലായ?
അയാളെ തള്ളിയത് അയാളല്ല, അയാൾ മതിലിനെ തള്ളിയിട്ടുള്ളൂ, അയാളെ തള്ളിയിട്ടില്ല. പക്ഷെ മതിലിനെ അയാൾ തള്ളിയപ്പോ മതിൽ അയാളെ തിരിച്ചു തള്ളി. അപ്പൊ തന്നെ മതിലിനെ തള്ളുമ്പോ മതിൽ അയാളെ തിരിച്ചു, അപ്പൊ തന്നെ കേട്ടാ, അതേ സമയം തന്നെ ആക്ട് ചെയ്യും. അയാൾ മതിലിനെ തള്ളി, അപ്പൊ തന്നെ മതിൽ അയാളെ തിരിച്ചു തള്ളി. അല്ലാണ്ട് മതിലിനെ അയാൾ തള്ളിക്കഴിഞ്ഞതിന് ശേഷം ആ മതിൽ എന്നെ ആരോ തള്ളിക്കണല്ലോ, ഞാനൊന്ന് തിരിച്ചു തള്ളണ്ടേ എന്ന് ആലോചിച്ച് പ്രതികാരം ചെയ്തൊന്നുമല്ല. എന്നെ തല്ലിയാൽ ഞാൻ തിരിച്ചു തല്ലും, തല്ലി കഴിഞ്ഞതിന് ശേഷമല്ലേ തിരിച്ചു തല്ല, അതല്ല കേട്ടാ. ഇത് തള്ളലും തിരിച്ചു തള്ളലും അല്ല, തള്ളലും തിരിച്ചു തള്ളലും അപ്പൊ തന്നെ, ടൈം ഡിലേ ഇല്ല. ഒന്നിനെ നമ്മൾ ആക്ഷൻ എന്ന് വിളിക്കും, രണ്ടാമത്തേനെ നമ്മൾ റിയാക്ട്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ശരിയല്ല, രണ്ടും ഒരുമിച്ചാണ്. ഒന്ന് ആക്ഷനാണ്, മറ്റൊന്ന് റിയാക്ഷനാണ്. ആക്ഷനാണ് ഡെഫിനറ്റ്ലി റീസൺ, റിയാക്ഷൻ ഔട്ട്കം ആണ്. പക്ഷേ റീസണും ഔട്ട്കമും ഒരേ സമയം ആക്ട് ചെയ്യും. ദർ ഇസ് നോ ടൈം ഡിലേ ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. അപ്പൊ എഴുതി വെച്ചോളൂ. തേർഡിലും എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. ഫോർ എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പൊ എന്താ സംഭവിച്ചത്? അയാള് മതിലിനെ തള്ളിയ അപ്പ തന്നെ മതിൽ അയാളെ തിരിച്ചു തള്ളി. നമ്മൾ തോണിയിലിരുന്നു, പങ്കായമെടുത്തു, വെള്ളത്തെ പിന്നോട്ട് തള്ളി. വെള്ളത്തെ നമ്മൾ പിന്നോട്ട് തള്ളുമ്പോ തന്നെ വെള്ളം നമ്മളെ മുന്നോട്ട് തള്ളി. റെഡി? നമ്മൾ റോഡിലൂടെ നടക്കുന്നു. റോഡിലൂടെ നമ്മൾ നടക്കുമ്പോൾ കാലുപയോഗിച്ച് ഭൂമിയെ നമ്മൾ പിന്നോട്ട് തള്ളി. അപ്പൊ ഭൂമി നമ്മളെ മുന്നോട്ട് തള്ളി. യു ഗോട്ട് ഇറ്റ്? അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. സോ എപ്പോഴും ഫോഴ്സ് പെയറായിട്ടാണ് ഉണ്ടാവുക. ഫോഴ്സ് എപ്പോഴും പെയറല്ലാത്ത ഫോഴ്സ് ഇല്ല, സിംഗിളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് ഇല്ല. ഫോഴ്സ് ഈസ് ഓൾവേസ് സീൻ ഇൻ പെയർസ്. എപ്പോഴും ഫോഴ്സ് പെയറായിട്ടാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ സാറേ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ ക്യാൻസൽ ആയി പോവില്ലേ? അപ്പൊ എല്ലാ ഫോഴ്സും ഇല്ല. ആക്ഷനും റിയാക്ഷനും ക്യാൻസൽ ആവില്ല. എന്തുകൊണ്ടാ? ഞാൻ പറഞ്ഞു തരട്ടെ. ക്യാൻസൽ ആവണമെങ്കിൽ എന്ത് വേണം? ഞാൻ നിങ്ങളോട് ക്യാൻസൽ ആവുന്ന കാര്യം പറഞ്ഞു തന്നു. ഒരാൾ എന്നെ അപ്പുറത്തുനിന്ന് വലിച്ചു, മറ്റൊരാൾ എന്നെ ഇപ്പുറത്തുനിന്ന് വലിച്ചു, രണ്ടും കൂടി ക്യാൻസൽ ആയി. എന്തുകൊണ്ടാ? രണ്ട് ഫോഴ്സും എൻ്റെ മേലെയാണ് ആക്ട് ചെയ്തത്. അപ്പൊ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സുകൾ ക്യാൻസൽ ആകണമെങ്കിൽ അത് രണ്ടും ഒരു ബോഡിയുടെ മുകളിൽ ആക്ട് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുത്ത് നോക്കുക. അയാൾ മതിലിനെ തള്ളി, മതിൽ അയാളെ തിരിച്ചു തള്ളി. അപ്പൊ ആക്ഷൻ മതിലിന്റെ മേലെയാണ്, റിയാക്ഷൻ അയാളെ മേലെയാണ്. അപ്പൊ അതായത് പ്രത്യേകിക്കുക, അതൊരിക്കലും എന്ത് ചെയ്യില്ല? ക്യാൻസൽ ആവില്ല. അപ്പൊ ആക്ഷനും റിയാക്ഷനും ഒരിക്കലും ക്യാൻസൽ ആവില്ല. എന്തുകൊണ്ട് ആക്ഷൻ റിയാക്ഷൻ ക്യാൻസൽ ആവാത്തത്? ആക്ഷൻ ആക്ട് ചെയ്യുന്ന ബോഡിയുടെ മുകളിലല്ല, റിയാക്ഷൻ ആക്ട് ചെയ്യാൻ. അപ്പൊ എഴുതി വെച്ചോളൂ. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ നെവർ ക്യാൻസൽ ഈച്ച് അതർ because they act on two different bodies. അത് ആക്ട് ചെയ്യുന്നത് രണ്ട് വ്യത്യസ്ത ബോഡികളിലാണ്. ഇതാണ് തേർഡ് ലോ. ഫോർ എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ നെവർ ക്യാൻസൽസ് because they act on two different bodies. Action and reaction exist simultaneously. എന്താ അതിൻ്റെ അർത്ഥം? ഒരേ സമയത്ത്. ആക്ഷനും റിയാക്ഷനും ഉണ്ടാവുന്നത് ഒരേ സമയത്താണ്. ആക്ഷനും റിയാക്ഷനും തമ്മിൽ ടൈം ഡിലേ ഇല്ല. ദർ ഇസ് നോ ടൈം ഡിലേ ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ഇറ്റ് ഹാപ്പൻസ് അറ്റ് ദ സെയിം ടൈം. ഇനി ഫിസിക്സിൽ വളരെ പ്രധാനപ്പെട്ടത്, ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ടായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. വി കോൾ ഇറ്റ് ആസ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. എന്താണ്? കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. എന്താ സംഭവം? കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. നമ്മൾ വീണ്ടും പഴയ ഫോഴ്സിന്റെ ഇക്വേഷനിലേക്ക് പോവാം. എന്താ നമ്മളോട് ഫോഴ്സ് പറയണേ? ഫോഴ്സ് ഈക്വൽ ടു, അല്ലെ, എന്ത് ഫോഴ്സാ? എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ച്? എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഓക്കെ ഓക്കെ. അപ്പൊ ഡി പി ഈക്വൽ ടു എഫ് എക്സ്റ്റേണൽ
ഇൻറ്റു ഡി ടി. എന്താ അതിൻ്റെ അർത്ഥം? ചേഞ്ച് ഇൻ മൊമെൻറ്റം ഈക്വൽ ടു ഇൻസ്റ്റന്റേനിയസ് ഫോഴ്സ് ഇൻറ്റു ടൈം ഇൻ്റർവൽ, അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ടൈം, അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ടൈം ഇൻ്റർവൽ. കറക്റ്റ്. ഇനി ഇഫ് എഫ് എക്സ്റ്റേണൽ ഈക്വൽ ടു 0, എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഡി പി ഈക്വൽ ടു വാട്ട്? 0. ശരിയാണല്ലോ. ഡി പി ഈക്വൽ ടു 0 ഇംപ്ലൈസസ് എന്താ? എന്താ ഡി പി എന്ന് പറഞ്ഞാൽ? ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം ഈക്വൽ ടു 0. എന്താ ഇതിന്റെ അർത്ഥം? ഫൈനൽ മൊമെന്റം ഈക്വൽ ടു ഇനീഷ്യൽ മൊമെന്റ്. എന്താ ഫൈനൽ മൊമെന്റം ഈക്വൽ ടു ഇനീഷ്യൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ? നോ ചേഞ്ച് ഇൻ മൊമെന്റം. ദർ ഇസ് നോ ചേഞ്ച് ഇൻ മൊമെന്റം. എപ്പോ? ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്. അല്ലേ? ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് എന്താ നമുക്ക് അവസാനം കിട്ടി? ഇനീഷ്യൽ മൊമെന്റവും ഫൈനൽ മൊമെന്റവും സെയിം ആണെന്ന്. അപ്പോഴുള്ളതും ഇപ്പോഴുള്ളതും സെയിം ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരിക്കലും മാറിയിട്ടില്ല. അപ്പോഴുള്ളതും ഇപ്പോഴുള്ളതും സെയിം ആണെന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറിയിട്ടില്ല. അപ്പൊ ഇഫ് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഈസ് 0, linear momentum is a constant. This is known as conservation of linear momentum. The sentence ആയിട്ട് എന്താ എഴുതുക? If there is no external unbalanced force, the linear momentum is a constant. Okay? ഇതാണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഇനി നമുക്കിത് പ്രൂവ് ചെയ്യണം. ചില ആപ്ലിക്കേഷൻസ് പഠിക്കണം. നോക്കാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കാം. ഓക്കെ? ഹാപ്പി അല്ലേ എല്ലാവരും? മിട്ടുക്കന്മാരായിട്ട് ചെയ്യാം. ഞാനുണ്ടല്ലേ, ഞാൻ എത്ര സിമ്പിളായിട്ടാണ് പറയണേ അല്ലേ? സിമ്പിൾ കാര്യങ്ങളാണ് ഇതൊക്കെ. എത്ര സിമ്പിളായിട്ടാണ് ഞാൻ പഠിപ്പിക്കണേ. സിമ്പിൾ കാര്യങ്ങളാണ്. പക്ഷേ ഈ സിമ്പിൾ കാര്യങ്ങൾ നമുക്ക് കൺഫേംഡ് ആയി കഴിഞ്ഞാൽ നമുക്കതിൽ ഏത് ഡിഫിക്കൽട്ട് കാര്യങ്ങളെ ആൻസർ ചെയ്യാൻ പറ്റും. വിശ്വസിക്കൂ. നിങ്ങൾ എന്നെ വിശ്വസിക്കൂ. എളുപ്പത്തിൽ പഠിക്കൂ, രസിച്ച് പഠിക്കൂ, ഇഷ്ടത്തോടെ പഠിക്കൂ. എവറിതിങ് ഇസ് പോസിബിൾ. സാധിക്കും. നിങ്ങൾ ഇഷ്ടമുള്ള പരീക്ഷ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് നമ്മളത് അടിച്ചെടുക്കും. ഉറപ്പാണ്. സ്വയം വിശ്വസിക്കുക, പടച്ചോനിൽ വിശ്വസിക്കുക, പ്രവർത്തിക്കുക, പ്രവർത്തിക്കുക, പ്രവർത്തിക്കുക. മിടുക്കന്മാരായിരിക്കുക. See you next time.